ഈ മോളെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഈ കുഞ്ഞിന് മറ്റൊരു കുഞ്ഞുകൂടി, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറഞ്ഞപ്പം സങ്കടം വരിക. കാരണം ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടി ഒരുപാട് അനുഭവിച്ചു. ബംഗ്ലാദേശിലാണ് നടക്കുന്നത്. 11 വയസ്സുള്ളപ്പം ഫേസ്ബുക്ക് വഴി ഒരു പയ്യനുമായിട്ട്, 20 വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് പരിചയപ്പെടുന്ന വീട്ടുകാർ ഈ കുട്ടീനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുട്ടികൾ പറയാണ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ പേരൻസ് അതിന് അനുവാദം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വകതിരിവ് എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അവരെയാണ് ആദ്യം പിടിച്ച് തല്ലേണ്ടത്. ഈ കുഞ്ഞിനെ വിവാഹം കഴിച്ചു. ഈ കുഞ്ഞിനെ കണ്ടിട്ട് എങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നുന്നതെന്നാ. അത്രയും കുഞ്ഞ് ക്യൂട്ട് ബേബി. അപ്പോൾ ഈ കുഞ്ഞിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നൊരു കഥയാകെ മാറുകയാണ്. ഈ പിഞ്ചു കുഞ്ഞിനോട് ഒരു 30 വയസ്സുള്ള സ്ത്രീയോട് പെരുമാറും പോലെയാണ് ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ പെരുമാറുന്നത്. ഈ കുട്ടിക്ക് അത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? പല കാര്യങ്ങളും കേട്ടും കണ്ടും ഈ കുട്ടി അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തോ ഒരു ഇതിൻ്റെ പേരിൽ അവർ വിവാഹം കഴിച്ചു. പ്രണയമാണോ, സ്നേഹമാണോ, അതിൽ വഞ്ചനയുണ്ടോ, ലാഞ്ചനയുണ്ടോ എന്നൊന്നും അറിയാതെ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു. പക്ഷെ കഴിച്ച ആ വീട്ടിലുള്ള അമ്മായിയമ്മ മനസ്സിലാക്കണ്ടേ, വളരെ പൈതൽ കുഞ്ഞാണ്. ഈ പൈതൽ കുഞ്ഞിനെ എത്രത്തോളം കെയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടേ, മകനെ മനസ്സിലാക്കി കൊടുക്കേണ്ടേ ഈ അമ്മായിയമ്മനെ ഈ കുട്ടിനെ പണി എടുപ്പിക്കുക എന്ന് മാത്രമല്ല, ഈ കുട്ടി പെട്ടെന്ന് ഗർഭിണിയാവുകയാണ്. ഗർഭിണിയായി 12 വയസ്സാകുമ്പോഴത്തേന് ഈ കുഞ്ഞ് പ്രസവിക്കുന്നു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഈ കുട്ടിയെ, ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ കുട്ടിയെ പറഞ്ഞു വിടുകയാണ്, നീ പോയിക്കോ, പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോയാൽ മതിയെന്ന്. ഈ കുട്ടിക്ക് തർക്കിച്ച് നിൽക്കാനോ അവരോട് വാദിച്ച് ജയിക്കാനോ, അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ അവകാശം ഞാനാണെന്ന് പറയാനോ എന്നുള്ള ധൈര്യമല്ല, എത്രയും പക്വതല്ല. 13 വയസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ. 12, 13 വയസ്സ് അത്ര ഒരു ഇതേ ഉള്ളൂ, പക്വത പോലും എത്തിയിട്ടില്ല. അപ്പം ഈ കുഞ്ഞ് പോവുകയാണ്. പക്ഷെ ഒരു മാതാവിന് എത്ര പ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ. ഈ കുഞ്ഞിനൊന്ന് കാണാൻ പോലും ഈ കുട്ടിക്ക് പറ്റണില്ല. ആ വേദനയിൽ ഈ കുഞ്ഞ് കോടതിയെ സമീപിക്കുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കത്തിനൊടുവിൽ ഈ കുഞ്ഞിനെ കിട്ടിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണിത്. ആ സന്തോഷമാണിത്. ഒരു വയസ്സുള്ള കുഞ്ഞാണ്. നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നില്ല, ഇതൊക്കെ എന്ത് മനുഷ്യന്മാരാണ്, എന്ത് സംഭവമാണ് നടക്കുന്നത് എന്നുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെന്നേ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവാണ് ഇതൊക്കെ. എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പോലും ഇവർക്കൊന്നും അറിയില്ല. അത് മാത്രമല്ല, ഒരു വയസ്സുള്ള കുഞ്ഞിന് അമ്മയുടെ സംരക്ഷണമാണ് വേണ്ടത്. അമ്മയുടെ പാല് കുടിക്കണം, അമ്മയുടെ ചൂട് പറ്റണം. ഇതൊന്നും അറിയാതെ ഞങ്ങൾക്ക് വേണം ഈ കുഞ്ഞിനാന്നറിയുന്ന അവരെ കൈവശം. എന്നിട്ട് കോടതിയുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഈ പെൺകുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതായാലും പെൺകുട്ടിക്ക് കിട്ടി, അത് വലിയൊരു വാർത്തയായി. നമ്മളതൊക്കെ കേൾക്കുന്നേരം ഞെട്ടിപ്പോവുകയാണ് അല്ലേ, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഓർത്തിട്ട്.